സാംസ് 138:2b. സങ്കീർത്തനം 138:2 ബി ആയിട്ട് പറയുന്നു, നിന്റെ നാമത്തിനു മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. നിന്റെ നാമത്തിനു മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. Thou hast magnified thy word above thy name. അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ്റെ പേരിനെക്കാട്ടിലും വിലയുണ്ടെന്ന്. അവൻ്റെ നാമങ്ങൾ, ദൈവത്തിൻ്റെ പേരുകൾ എന്ന് പറയുമ്പം എൽ ഷഡായ്, ഡോണായ്, എൽ റോഹി, എൽ റോ, എൽ റാവു, എൽ മക്കിഡഷ്കെ, യഹോവ ഈരെ, യഹോവ റാഫ, the bread of life, the water of life, the alpha, the omega, the redeemer. So many names, Prince of Peace, eternal father. So many names ഉള്ളതിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേരുകൾക്കുപരിയായിട്ട് തൻ്റെ വാഗ്ദത്വത്തെ മാനിക്കുന്നു. നമ്മൾ പണ്ട് കാലത്തില്ലേ, ഞാൻ എൻ്റെ അപ്പനാണ്, ഞാൻ എൻ്റെ തലയെ കൈവച്ച് ഞാൻ ആണയിടുകയാണ്, ഇത് ചെയ്യുമെന്ന് പറയും. ആണയിടുക എന്ന് പറഞ്ഞാൽ ആണയിടുന്നത് നമ്മളെക്കാട്ടിലും ഉന്നതമായ പദവി അല്ലെ, നമ്മുടെ അപ്പനമ്മ ഉയർന്നവരെ കുറിച്ചാണ് നമ്മൾ ആണയിടുന്നത്. ഇവിടെ ദൈവം പറയുന്നത് എൻ്റെ നാമം, എൻ്റെ പേരുകളില്ലേ, എൻ്റെ പേരിനുപരിയായിട്ട് ഞാൻ എൻ്റെ വാഗ്ദത്തങ്ങളെ മാനിക്കും. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ ഓരോന്നും എൻ്റേതാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങണം. ഓരോ വാഗ്ദത്വവും. അപ്പോൾ ഉൽപ്പത്തി തൊട്ടങ്ങ് തുടങ്ങിയാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച് ഉൽപ്പത്തി തുടങ്ങുമ്പോഴേ ദൈവം ആദ്യം പറയുന്നത് പിന്നെ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് ആദത്തിനോട് വേണം, ആദത്തിനെ അനുഗ്രഹിച്ച് സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി മുഴുവനും നിറയാന്ന് അന്ന് പറഞ്ഞത്. അപ്പോൾ സന്താനമുണ്ടാകുന്നുള്ളത് ഷുവറല്ലേ? മക്കളുണ്ടാക്കാത്തവർക്ക് ഉൽപ്പത്തിയിൽ വാഗ്ദത്തം കിടക്കുന്നു. പിന്നെ നിന്നിൽ ഉറപ്പാടി പറയുന്നുണ്ട്, നിൻ്റെ ദേശത്ത് മച്ചികൾ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അതായത് 59:21 പറയുന്നത്, നിൻ്റെ വായിൽ തന്ന ഞാൻ എൻ്റെ വചനം നിൻ്റെ ഉള്ളിൽ, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ ആത്മാവിനെ നിൻ്റെ ഉള്ളിൽ നിന്നും, നിൻ്റെ സന്തതിയുടെ ഉള്ളിൽ നിന്നും ഒരിക്കലും മാറിഞ്ഞു പോകത്തില്ല. അപ്പോൾ 1 2 3 തലമുറ വരെ നമുക്കിതുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മക്കളില്ലാത്തവർക്ക് ഈ വാഗ്ദത്തം വരും, മക്കൾ എനിക്കുണ്ട്. അപ്പോൾ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ വാഗ്ദത്തങ്ങൾ അറിയണം. അവൻ്റെ നാമം, ഹീസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. അവൻ്റെ നാമം എന്ന് പറയുമ്പം ദൈവം എൻ്റെ പാറയാണ്. ആ പാറയെന്ന് പറയുന്നത് അവൻ്റെ ഒരു പേരാണ്. ഞാനൊരു പാറയാണ്, അവന് തെറ്റുപറ്റത്തില്ല, അവൻ ഉറപ്പുള്ളവനാണ്. ആ പാറയിൽ ഞാൻ വിശ്വസിക്കും. ആ പാറയുടെ ക്യാരക്ടർ എൻ്റെ മനസ്സിൽ വരികയാണ്. അവൻ എൻ്റെ ആവർത്തന പുസ്തകം 32:4 അവൻ എൻ്റെ പാറ. പിന്നെന്തുവാ? അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമം, ദേ ആർ പെർഫെക്റ്റ്. അവന് നന്മയല്ലാതെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അത്തരം ഒരു ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ്റെ വഴികളൊക്കെയും ന്യായമായത് ചെയ്യൂ, അന്യായമായത് ചെയ്യുന്ന ദൈവമല്ല. മനുഷ്യൻ പാപം ചെയ്തിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റി മനുഷ്യൻ വികൃതമാകുമ്പോൾ ശിക്ഷ, അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. അത് ഇപ്പം നമ്മളൊരു സാധനം ഒരാളുടെ കട്ടെടുത്താൽ അവർ കംപ്ലയിൻറ്റ് ചെയ്താൽ അത് നമ്മുടെ നിന്ന് പിടിച്ചാൽ അതിനൊരു കോൺസിക്വൻസ് ഇല്ലേ? നമ്മൾ വെള്ളത്തിൽ ചാടാൻ പറഞ്ഞു, വെള്ളത്തിൽ നീന്തറിയാൻ വയ്യാത്തവൻ ചാടിയാൽ ഒരു കോൺസിക്വൻസ് ഇല്ലേ? വെള്ളത്തിൽ നീന്തറിയാൻ വയ്യാത്തവൻ ചാടിയാൽ നീ ചത്തുപോകും. തീക്കകത്ത് ചാട്. കൊച്ചു പിള്ളേർ തീ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. അവർ പഠിക്കുക, പക്ഷേ വലിയ തീക്കകത്തോട്ട് വീണാൽ നീ ചത്തുപോകും, വെന്തു പോകും. ഇറ്റ്സ് ആർ നാച്ചുറൽ കോൺസിക്വൻസസ്. അപ്പോൾ അതൊന്നും മറന്ന് ജീവിക്കാതെ നമുക്ക് ചില കാര്യങ്ങൾ ദൈവം ബുദ്ധി തന്നിരിക്കുകയാണ്. കർത്താവ് പറയുന്നത്, എൻ്റെ പേര് തന്നെ നിങ്ങൾ മനസ്സിലാക്ക്, ഞാൻ നിൻ്റെ പാറയാണ്, ഞാൻ വിശ്വസ്തനായ ദൈവമാണ്, എന്നിൽ വ്യാജ്യമില്ല, നീതിയും നേരും ഉള്ളവനാണ്, നീതിയും നടപ്പുള്ളവനാണ്, വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവമാണ്. അപ്പോൾ ഈ വാക്ക് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് മാറ്റാൻ ആർക്കും ഒക്കത്തില്ല. അതുകൊണ്ടാണല്ലോ എസ്തേറിൻ്റെ ബുക്കിൽ നമ്മൾ വായിക്കുന്നത്, അഹസ്വേരോസ് രാജാവ് യഹൂദന്മാരെ കൊല്ലാനായിട്ടുള്ള വാറൻ്റ് അയച്ചു കഴിഞ്ഞു. പക്ഷേ എസ്തേർ എന്ന് സങ്കടം പറയുമ്പം രാജാവ് പറയുന്നുണ്ട്, എഴുതിയത് എനിക്ക് മാറ്റാൻ ഒക്കൂല. അതുകൊണ്ടാണ്
പിന്നെ എന്ത് ചെയ്തു? യഹൂദന്മാർക്ക് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ അവരും കൂടെ ഉത്സവം നടത്തി ബാക്കിയുള്ളവരെ വേണേ വെട്ടിക്കൊല്ലാൻ അവകാശം കൊടുക്കുന്നു. കാരണം രാജാവ് എഴുതിയതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം തമ്പുരാൻ, സ്വർഗസ്ഥനായ ദൈവം നമുക്ക് വേണ്ടി എഴുതി തരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ അവൻ നിറവേറ്റും. അത് നമ്മൾ ഈ ഉൽപ്പത്തി 49 എടുത്തു നോക്കണം. ഈ അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഉൽപ്പത്തി 12 പക്ഷെ 49 ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന കാരണം. 49 ദൈവം തമ്പുരാൻ യാക്കോബിനെ കൊണ്ട് അനുഗ്രഹിപ്പിക്കുകയാണ്. അതിൽ ജോസഫ് യഹൂദയെക്കുറിച്ച് പറയുന്നു, യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിന്മേലിരിക്കും, അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും, നീ ഒരു ബാലസിംഹമാണ്, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. എന്താണ് വരാൻ പോകുന്നതിനെ കുറിച്ച് വിളിച്ചു പറയുന്നുണ്ടോ? അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും. യോസഫിനെ കുറിച്ച്, യോസഫ് ഫലപ്രദമായ വൃക്ഷം വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ എത്ര ജോസഫ് കേൾക്കുന്നുണ്ട്, എത്ര യാക്കോബ് കേൾക്കുന്നുണ്ട്. നീരിന്നറവേ ഫലപ്രദമായ വൃക്ഷം, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അത് എയ്തു അവനോട് പൊരുതു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് യോസേഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായ എൻ്റെ നെറുകയിലും വരും. വാഗ്ദത്തം, അനുഗ്രഹ വാഗ്ദത്തം. എത്ര പേര് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? അമ്മയപ്പന്മാർ എന്നോട് ഈ ടെലിഫോൺ വിളിച്ച് പറയുന്ന ആരും തന്നെ എൻ്റെ മകൻ ഈ വാഗ്ദത്തം ഉണ്ടെന്നും പറഞ്ഞ് എന്നോട് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവരൊക്കെ പറയും, അയ്യോ എൻ്റെ മോൻ വിവരമാണ്, അവന് ഒരു വിവരവും ഇല്ല, എവിടാന്ന് പോലും അറിയത്തില്ല, വിളിക്കത്തില്ല. അതായത് എല്ലാവർക്കും കംപ്ലൈൻറ്റാണ്. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ എൻ്റെ മകനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് എടുത്ത് പ്രാർത്ഥിക്കേണ്ടിയ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അവനൊരു വാഗ്ദത്തം, അതായത് ഈ ആത്മാവ് നമ്മൾ വായിക്കുമ്പോൾ ഇതെൻ്റെ മകനുള്ളതാണ്, ആ വാഗ്ദത്തം നമ്മുടേതാണെന്ന് പറഞ്ഞത് പ്രാപിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവായിട്ടൊരു ചിന്ത കൊണ്ടുവരരുത്. കാരണം വാക്ക് പറഞ്ഞവൻ, സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്, വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ്. നമുക്കൊരു ലക്ഷണവിദ്യയും ആഭിചാരവും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ പല മക്കൾക്കും ഈ ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവമാണ് ഇപ്പോഴത്തെ കാലത്ത്. എന്താണ് ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലരെക്കുറിച്ച് പ്രാർത്ഥിക്കും, നമ്മൾ കാണുന്ന പറഞ്ഞു ഒട്ടകപ്പക്ഷിയുടെ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് വളരെ ഭംഗിയായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത് അത് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സാധനമാണ്. ഒട്ടകപ്പക്ഷിക്ക് ഒരു ദൂഷ്യമുണ്ട്, നല്ല സ്പീഡിൽ ഓടും, പക്ഷേ മക്കളെ ഒന്നും നോക്കൂല. ഇപ്പോൾ പുരുഷന്മാർക്ക് മക്കളെ നോക്കണമെന്ന് ആഗ്രഹമില്ലല്ലോ, എല്ലാവർക്കും സുഖം. അമ്മമാർക്ക് ജോലി ചെയ്യണം. അപ്പന്മാരും കാശുണ്ടാക്കിയില്ല, പിന്നെ അമ്മമാർ ജോലിക്ക് പോകണ്ട്. അവരവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യും. പുരുഷൻ പുറത്ത് പോയി ജോലി ചെയ്യണം, സ്ത്രീ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. ഇതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞേച്ച് പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ഓസ്ട്രിച്ച് സ്പിരിറ്റ്, അതായത് ഒട്ടകപ്പക്ഷിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് സിഗ്നിഫൈസ് ദ കംപ്ലീറ്റ് റിവേഴ്സൽ ഓഫ് ഹ്യൂമൻ പ്രോസ്പെരിറ്റി ആൻഡ് ഡിവൈൻ ജഡ്ജ്മെൻറ്റ്. അതായത് ഒരിക്കലും ഐശ്വര്യമില്ലാതെ വരും തോന്നും. ഒട്ടകപ്പക്ഷി ചുമ്മാ ഓടി നടക്കത്തേ ഉള്ളൂ. അത് മുട്ടയിട്ട് വെച്ച് അതിൻ്റെ തല അതിനിട്ട് മണ്ണിനകത്ത് കുഴിച്ചു വെക്കും. അതിൻ്റെ വിചാരം ആരും കാണുന്നില്ലെന്ന തന്നെ ആ കുഞ്ഞുങ്ങൾ ജീവിച്ചെങ്കിലായി. അതൊരു ശാപമാണ്. നമ്മുടെ അടുത്ത തലമുറയിൽ നിന്ന് അത് മാറിപ്പോണം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് the ostrich is primarily associated with dissolution, abandonment and lack of wisdom. It is depicted as a bird dwelling in desolate places, and its parental behavior is described as neglectful with a focus on speed and strength rather than nurturing. The ostrich serves as a symbol of both divine judgment and human folly in different contexts. അതായത് അപ്പൻ്റെ ചുമതല ചെയ്യാൻ അല്ലെങ്കിൽ അമ്മയുടെ ചുമതല ഒട്ടകപ്പക്ഷിക്ക് അറിയത്തില്ല, അതിന് ഓടാൻ മാത്രമേ അറിയത്തുള്ളൂ. പുരുഷന്മാർ കുടുംബത്തെ പുരുഷത്വം കാണിക്കണം, സ്ത്രീകൾ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളയാണ്, മക്കളെ മേശയ്ക്ക് ചുറ്റും ഫലപ്രദമായ വളർന്ന് തളർത്ത് നിൽക്കുന്ന
ഒലിവ് വൃക്ഷങ്ങൾ. അവിടെയല്ലയോ ഞാൻ അനുഗ്രഹം പകരുന്നത്. എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. ഇതൊക്കെ ദൈവത്തിൻ്റെ അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചിലത് കണ്ടില്ലെന്നിരിക്കും, അല്ല അടുത്ത തലമുറയിലെങ്കിലും വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് ഹി സെഡ്, പറയണം. ഈ വേണ്ടാത്തത് പറയുന്ന സമയം നന്മ പറയാൻ നമ്മൾ ഉപയോഗിച്ചാൽ പല കാര്യങ്ങളും നമുക്കിപ്പോഴേ കിട്ടിക്കഴിഞ്ഞാൽ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിൻ്റെ വചനം, നിൻ്റെ വാഗ്ദത്തങ്ങൾ, നിൻ്റെ പേരിനുപരിയായിട്ട് നീ മാനിക്കുമെന്ന് പറയുന്നു. എന്തുമാത്രം വാഗ്ദത്തങ്ങളാണ് ഞങ്ങളുടെ അനുഗ്രഹത്തിന് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ചിലത് അഴുക്കുമുണ്ട്, അത് പാപത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഇത് രണ്ടും ഇതിനകത്ത് കലർത്തി എഴുതി വച്ചിരിക്കുക. എന്നാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ട അനുഗ്രഹ വാഗ്ദത്തങ്ങൾ കർത്താവിൻ്റെ ആത്മാവിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് സകലവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് കൈവരുന്നില്ല? കുറവ് ഞങ്ങളുടെ ആണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. തലമുറകൾ നിൻ്റെ കൈവച്ച് അനുഗ്രഹിച്ചേ പറ്റൂ. നീ എഴുന്നള്ളി വന്നേ ഒക്കത്തുള്ളൂ. പക്ഷേ ആത്മാവരുടെ മേൽ പകരണം കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ കൈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ വെക്കുമ്പോൾ അവരുടെ ആത്മാവ് ബലപ്പെടും, അവരുടെ ജഡം കരിഞ്ഞു പോകും. പൗലോസ് തല കൈവച്ചപ്പോൾ അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. നമ്മൾ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പം പിതാവാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പുത്രൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പം ഞങ്ങൾ ആത്മാവിൽ നിറയുന്നവരായി മാറും. അങ്ങനെ നിറഞ്ഞെങ്കിൽ മാത്രമേ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാകത്തുള്ളൂ. അതെങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ അടുത്ത തലമുറകളുടെ അനുഗ്രഹത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചാട്ട്. നിൻ്റെ വാഗ്ദത്തങ്ങൾ നീ മാനിക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ്. പിന്നെ എന്താ കർത്താവേ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞാൻ കിട്ടുതന്നാട്ട്. ഞങ്ങളുടെ തലമുറകൾ നിൻ്റെ കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ഓരോ ആവശ്യത്തിനും നീ മതിയായവനാകിയ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളുടെ വിശ്വസ്തനായ ദൈവം, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ പാപങ്ങളെ തുടച്ചു മാറ്റിയവൻ, ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായിട്ട് തൻ്റെ രക്തം കൊടുത്തവൻ, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കൂടാതെ നിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ മാറ്റി വിളിച്ചതിന് നന്ദിയോടെ സ്തോത്രം. ഉറപ്പോടെ നിൽക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. കർത്താവേ, സ്വർഗം കണ്ട സ്തീഫാനസിനെ പോലെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.